ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ചിറ്റാർ സെന്റർ മർത്തോമ യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ദൈവവചന ധ്യാനത്തിലേക്ക് എവർക്കും സ്വാഗതം. നമ്മുടെ അല്പനേരത്തെ ചിന്തിക്കാൻ ന്യായാധിപന്മാർ 16-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം. ഈ വാക്യത്തിൽ ഷിംഷോനും ദലിതയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് നമുക്ക് കാണുന്നത്. ഷിംഷോൻ ജനനത്തിൽ നിന്ന് ദൈവത്തിനായി പ്രത്യേകം നിയോഗിച്ചവൻ ആയിരുന്നു. ഷിംഷോന്റെ വലിയ ശക്തിയും ദൈവം തന്നെയായിരുന്നു. അതിലൂടെ അവന്റെ മുടി മുറിക്കിടുന്ന നിയമത്തിന് അടിസ്ഥാനമായിരുന്നു. ദലിതയുടെ പലതവണത്തെ പ്രയത്നത്തിന് ശേഷവും ചോദ്യത്തിന് ശേഷവുമാണ് ഷിംഷോൻ തന്റെ രഹസ്യം അവളോട് പറയുന്നത്. ദലിത ഉറക്കത്തിൽ ഷിംഷോന്റെ മുടി മുറിക്കുകയും അവൻ വീണ്ടും മുൻപത്തെ പോലെ തന്നെ കരുത്തനായി പ്രവർത്തിക്കുമെന്ന് ഓർത്തെങ്കിലും യഹോവയെ അവനെ വിട്ടുപോയതുകൊണ്ട് അവനത് കഴിഞ്ഞില്ല. ഇതിൽ നിന്ന് നിങ്ങളോട് 3 കാര്യമാണ് എനിക്ക് പറയാനായി ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, ദൈവ സാന്നിധ്യമാണ് ഏറ്റവും വലിയ ശക്തി. ഷിംഷോന്റെ ശക്തി അവന്റെ മുടിയിലല്ലായിരുന്നു, മറിച്ച് ദൈവവുമായുള്ള ബന്ധത്തിലായിരുന്നു. അവന്റെ മുടി മുറിച്ചതിലൂടെ ദൈവവുമായുള്ള ബന്ധം വിശേഷിക്കപ്പെട്ടതിലൂടെ അവന് മുമ്പത്തെ കൂടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. രണ്ടാമതായി, ദൈവകാര്യങ്ങളെ അലസ്യമായി പ്രവർത്തിക്കരുത്. ഷിംഷോൻ പല അവസ്ഥകളിലും പല കാര്യങ്ങളിലും പാപത്തിലേക്ക് വീഴുകയും ഫെലിസ്ത്യ സ്ത്രീകളുമായി ബന്ധപ്പെടുകയും തന്റെ ജനന രഹസ്യമായ കാര്യങ്ങളെ അവൻ അലസ്യമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഇതിലൂടെ ഒരു വൻ നഷ്ടത്തിലേക്ക് ഷിംഷോൻ മാറുകയും ചെയ്തു. മൂന്നാമതായി, ദൈവമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഷിംഷോൻ തന്റെ മുടിയിലോ കാര്യത്തിലോ അല്ലായിരുന്നു, ദൈവം കൂടുള്ള ബന്ധത്തിലും അവന്റെ ശക്തിയിലുമായിരുന്നു അവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. പലപ്പോഴും ഷിംഷോൻ കാര്യങ്ങളിൽ ഇറങ്ങുമ്പോഴും അവൻ വീണ്ടും ജയിക്കുമെന്നുള്ള വിചാരത്തിൽ നടന്നുകൊണ്ട് അവൻ തന്റെ ദൈവത്തെ മനസ്സിലാക്കുകയോ അല്ലെ തന്റെ ദൈവത്തെ ചേർത്ത് പിടിക്കുകയോ ചെയ്തില്ല. അവൻ പാപത്തിൽ വീഴുകയും പാപത്തിൽ ജീവിക്കുകയും തന്റെ മുടി പോയാലും അവൻ ഉറങ്ങിയിരുന്നേക്കുമ്പോൾ അവന് വീണ്ടും അതുപോലെ പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൽ നടന്നു. മറിച്ച് ദൈവം അവനെ മുറിമുറിച്ചതിലൂടെ വിട്ടുപോയത് കൊണ്ട് അവനിതൊന്നും സാധ്യമായി നിന്നില്ല. ഷിംഷോന്റെ കഥയിൽ അവസാനം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. പലതവണ നമ്മൾ വിട്ടുപോയാലും പലതവണ നമ്മൾ പാപത്തിൽ വീണാലും തിരിച്ചു വന്നാൽ നമ്മളെ ചേർത്ത് പിടിക്കുന്നവനായ ഒരു ദൈവമുണ്ട്. നമ്മൾക്കും പലതവണ പല അബദ്ധങ്ങൾ പറ്റാം. നമ്മളും ഷിംഷോനെ പോലെ ആയിപ്പോകാം. നമ്മുടെ രഹസ്യങ്ങളെയെല്ലാം നമ്മൾ മറച്ചു വെച്ച് ആ രഹസ്യങ്ങൾ ദലിതയോട് പറയുമ്പോഴും മുടി മുറിക്കുമ്പോഴും ഷിംഷോൻ അതിനെ അധികം കാര്യമായി എടുക്കുന്നില്ല. വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ ശക്തനായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഓർത്തു. പക്ഷെ ദൈവം അവനെ വിട്ടുപോയതുകൊണ്ട് അവന് സാധിച്ചില്ല. അതേപോലെയാണ് നമ്മൾ പാപത്തിൽ വീഴുമ്പോഴും നമ്മൾ എഴുന്നേറ്റ് പ്രവർത്തിക്കുമ്പോഴും നമ്മുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ, നമ്മുടെ ദൈവത്തെ നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള വിശ്വാസത്തിൽ നടക്കണം. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.